ചുറ്റും നിരവധി കൊലപാതകങ്ങൾ നടക്കുന്നു. ഫലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ലോകത്തിന്റെ വ്യത്യസ്ത നാടുകളിൽ പ്രശ്നങ്ങളാണ്. കാരുണ്യവാനായ ദൈവം എന്താണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ചോദ്യം. സഹോദര, സർവശക്തനായ അല്ലാഹു ഖുർആനിൽ മാർഗദർശനം നൽകിയിരിക്കുന്നു. ഖുർആനിൽ അധ്യായം 10 199 അല്ലാഹു ഇപ്രകാരം പറയുന്നു: നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു. മുസ്ലിം എന്നാൽ സർവശക്തനായ അല്ലാഹുവിന് സമർപ്പിച്ചവനെന്നാണ്. അപ്പോൾ പരീക്ഷണം എവിടെയാണ്? ഉദാഹരണത്തിന് ഖുർആനിന്റെ അധ്യായം 67:2 ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതവും മരണവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. ഈ ജീവിതമെന്നത് പരലോകത്തേക്കുള്ള പരീക്ഷണമാണ്. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായ ഭാഗം അധ്യാപകൻ തന്നിരിക്കുന്നുവെന്ന് കരുതുക. ആ പരീക്ഷയിൽ നിരവധി പേർ തെറ്റായ ഉത്തരങ്ങൾ എഴുതുന്നു. അധ്യാപകൻ നിശബ്ദനായി തുടരേണ്ടതുണ്ട്. പരീക്ഷ എഴുതിയവരുടെ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫലങ്ങൾ അറിയുവാൻ സാധിക്കും. ഇവിടെ സർവശക്തനായ അല്ലാഹു നല്ലതേത്, മോശമായതേത് എന്ന നിബന്ധനകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രീയക്കാരാണ് ഈ പറഞ്ഞ കൊലപാതകങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണക്കാർ. അവർക്ക് എന്താണ് സംഭവിക്കുക? അവരും ഖുർആനിനെയാണ് പിൻപറ്റേണ്ടത്. ഈ ലോകത്ത് അവർ നല്ലവരും കാരുണ്യമുള്ളവരും സർവശക്തനായ ദൈവത്തിന്റെ മാർഗദർശനത്തെ പിൻപറ്റിയവരുമായിരുന്നെങ്കിൽ നാളെ വിധി തീർപ്പ് നാളിൽ അവർ വിജയിക്കും, അല്ലെങ്കിൽ അവർ പരാജയപ്പെടും. ദൈവത്തിന് വേണമെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യം. ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, അതുണ്ടാകും. അപ്പോൾ പരീക്ഷണം ഇവിടെയാണ്. ഈ പരീക്ഷണത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ദൈവം നോക്കുന്നത്. അവരെ സഹായിക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനിലും ഫലസ്തീനിലും ഗുജറാത്തിലും മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആലങ്കാരികമായി ചോദിച്ചതാണ്. അതുകൊണ്ട് സഹോദര, ദൈവം അവരെയും എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുകയാണ്. ഈ അവസ്ഥയിൽ, അതായത് നിങ്ങളുടെ സഹോദരങ്ങളായ ചില മനുഷ്യർ കൊല്ലപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, ചിലർ ആക്രമിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ വിധി തീർപ്പ് നാളിൽ സർവശക്തനായ അല്ലാഹു നിങ്ങളെ വിലയിരുത്തും. നിങ്ങളുടെയും എന്റെയും തീർപ്പ് കൽപ്പിക്കും. കൊല്ലപ്പെട്ടവരെയും കൊന്നവരുടെയും വിധി നടത്തും. അതിനർത്ഥം ദൈവത്തിന് ബുദ്ധിമുട്ടാണെന്നല്ല, അവനെല്ലാം എളുപ്പമാണ്. ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവരാകും. അപ്പോൾ പരീക്ഷണം എവിടെയാണ്? മാധ്യമങ്ങൾ ചില ആളുകളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, വാർത്തകളിലൂടെ മലിനീകരിക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും എന്തു ചെയ്യുന്നു എന്ന് ദൈവം പരീക്ഷിക്കുകയാണ്. അത് തെറ്റാണെന്നറിയാമെങ്കിൽ ഞാനും നിങ്ങൾ എന്ത് പരിഹാരമാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഓരോ മനുഷ്യനും അവനവനെക്കുറിച്ച് ചിന്തിക്കണം. വെറുതെ സംസാരിക്കുന്നത് കൊണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടോ പ്രഭാഷണങ്ങൾ നടത്തുന്നത് കൊണ്ടോ മതിയാകുന്നില്ല. അത് പരിഹാരമല്ല. ഓരോരുത്തരും അവനവനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ സർവശക്തനായ അല്ലാഹുവിന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കുന്നുണ്ടോ? പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു? ഞാൻ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയക്കുന്ന നിരവധി പേരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകും. ജനങ്ങൾ എന്റെ പിറകിലായിരിക്കും. ഈ രീതിയിൽ ദൈവം നിങ്ങളെയും എന്നെയും പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷണം മറ്റൊരു രീതിയിലാണ്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം നിങ്ങളുടെ മറ്റ് സഹോദരങ്ങൾക്കാണ്. നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാനായി നിങ്ങൾ എന്തു ചെയ്യുന്നുവെന്ന് ദൈവം പരീക്ഷിക്കുകയാണ്. ഈ രീതിയിൽ നാളെ വിധി തീർപ്പ് നാളിൽ ഖുർആനിൽ സർവശക്തനായ അല്ലാഹു നൽകിയിരിക്കുന്ന മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയുവാൻ സാധിക്കും നിങ്ങൾ അവന്റെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മാർക്കും കുറഞ്ഞ മാർക്കും ലഭിക്കും. സ്വർഗമോ നരകമോ ലഭിക്കും. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു.